നമുക്ക് സാഹചര്യങ്ങൾ ഒത്തിരിയുണ്ട്. പക്ഷെ നമ്മുടെ ഈ സാഹചര്യങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് നമുക്കൊരു വാശിയില്ല. മോനെ, നിനക്ക് വാശിയുണ്ടോ? ചോദിക്കട്ടെ, നിനക്ക് വാശിയുണ്ടോ? എന്തിനാ വാശിയുണ്ട്? അത് എന്തിനാന്ന് മാത്രം ചോദിക്കല്ലേ. അമ്മ എന്തേലും പറഞ്ഞാൽ അതിന് 10 എണ്ണം തിരിച്ചു പറയാനും അതിന് വാശി കാണിച്ച് പലതും മെക്കിട്ട് കയറാനും നമുക്ക് വാശിയുണ്ട്. മറ്റുള്ളവർ എന്തേലുമൊക്കെ നമ്മളോട് കാണിച്ചു തന്ന അതിന് തിരികെ പ്രവർത്തിക്കാനുള്ള വാശിയുണ്ട്, വൈരാഗ്യമുണ്ട്. വീട്ടിൽ കിടന്ന് അങ്ങോട്ട് കിടന്ന് ബഹളം വെക്കാൻ നമുക്ക് വാശിയുണ്ട്. പക്ഷെ മോനെ, ഞാൻ ചോദിച്ചത് നിനക്ക് പഠിക്കാൻ വാശിയുണ്ടെന്നാണ് ചോദിച്ചത്. രണ്ടാമത് പോയി. ഇതാണ് നമ്മുടെ പ്രശ്നം. ഈ അധ്യയന വർഷം നടക്കുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിക്കുന്ന ആഗ്രഹിക്കുന്ന കാര്യം, നമുക്കൊരു വാശി വേണം. ഈ രാധാംബികയെ പോലെ ഒരു വാശി നമുക്ക് വേണം. ഒരു വാശി നമുക്ക് അപ്പന്റെ നെഞ്ചത്ത് കയറാൻ, അമ്മയുടെ നെഞ്ചത്ത് കയറാൻ, കൂട്ടുകാരോട് മെക്കിട്ട് കയറാനൊക്കെ നമുക്ക് വാശിയുണ്ട്. എന്നാൽ ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ കൊണ്ടേ പോകുമെന്നൊരു വാശിയില്ലാത്തതല്ലേ നമ്മുടെ പരാജയത്തിന് കാരണം? അല്ലെ, ഞാനിത് കൊണ്ടേ പോകുമെന്നൊരു വാശിയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകാത്തതാണ് നമുക്ക് പല കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റാത്തതിന് കാരണം, പല കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കാത്തതിന് കാരണം, പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചേർന്ന് നിൽക്കാത്തതിന്റെ കാരണം ഒന്നാണ് നമുക്കൊരു വാശിയുണ്ട്. അതുകൊണ്ട് ഇന്നിവിടെ ഇരിക്കുന്ന മക്കള് ഒരു കാര്യം ചെയ്യണം. കൈറ ഉയർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞേ, കരം ഉയർത്തിക്കോ, വലത് കരം ഉയർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞോ, കർത്താവായ ഈശോയെ. ഉറക്കെ പറടാ, കർത്താവായ ഈശോയെ. ഇത്തിലൂടെ ഇറക്കപ്പെട്ട കർത്താവായ ഈശോയെ, ഈ ഒരു വർഷം എനിക്ക് പഠിക്കാനുള്ള എല്ലാ വിഷയങ്ങളെയും വാശിയോടെ ഞാൻ പഠിക്കും, വാശിയോടെ ഞാൻ പഠിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പെൺപിള്ളേർക്ക് ഒരു വാശിക്ക് മാത്രം ഒരു ബലമില്ലല്ലോ. വാശിയോടെ പഠിക്കുന്നു, അവരെന്നെ തുറിച്ചു നോക്കുക, പഠിപ്പിക്കുമെന്നുള്ള രീതിയിൽ. വാശിയോടെ പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, വാശിയോടെ പഠിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലമുണ്ട്, വാശിയോടെ പഠിച്ചാൽ അതിനകത്ത് നേട്ടങ്ങളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നമുക്ക് നേട്ടങ്ങളുണ്ട്. നമ്മളെ തമ്പുരാൻ നട്ടിരിക്കുന്ന ഇടമെന്ന് പറയുന്നത്, ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്, അത്ര നല്ല ഇടമൊന്നും അല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം വളരാൻ പറ്റുന്ന ഇടമാണ്. അല്ലെ, നമ്മുടെ കുടുംബം അത്യാവശ്യം നമുക്ക് വളരാൻ പറ്റുന്ന ഇടമാണ്. കാരണം എന്താ വെച്ചാൽ അപ്പനിലൂടെ, അമ്മയിലൂടെ, മറ്റുള്ളവരിലൂടെ ഒക്കെ നമുക്ക് വേണ്ടുന്ന വളവും ജലവും ഒക്കെ നൽകപ്പെട്ടുകൊണ്ടിരിക്കുക. ഭക്ഷണമായും വസ്ത്രമായും വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യങ്ങളൊക്കെയായി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഇടത്ത് നമ്മൾ യഥാവിധി നമ്മുടെ കഴിവുകളെ ഉപയോഗിക്കുക. ഒന്നാമത് ഞാൻ പറഞ്ഞ വാശിയോടെ പഠിക്കണം. രണ്ടാമത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ കഴിവുകളെ നമ്മളൊന്ന് ഉപയോഗിക്കുക. ഇടിമോളെ കൊച്ചേ, കണ്ണാടി വെച്ചോളെ, ഞാൻ നീയൊക്കെ 3D ആണല്ലോ ഉണ്ട്, നിനക്ക് എത്ര കഴിവുണ്ടെന്ന് പറയാമോ? നിന്റെ കഴിവുകൾ തന്റെ ഇടം പോലെ നാണമില്ലാതെ നട്ടന്റെ നിവർത്തി ഒന്ന് പറഞ്ഞ് കേൾക്കട്ടെ. ഉറക്കെ കേൾക്കണം. എന്റെ ചെവി ഒന്നാമത് ചെറുതാ, അതുകൊണ്ട് ഉറക്കെ പറയണം. കുറച്ച് കഴിവെന്ന് പറയുന്നത് എന്തൊക്കെയാന്ന് പറഞ്ഞു? എനിക്ക് 1, 2, 3 ടപ്പേ 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 നിങ്ങോട്ട് പോരണം കഴിവ് പറ. പഠിക്കാനാ മണ്ടത്തരം പറയുന്നത് ആരെങ്കിലും പിന്നെ വിചാരിക്കും പഠിക്കാൻ കഴിവുണ്ടോ? ഓക്കെ, പിന്നെ ഡാൻസ് കളിക്കാൻ കഴിവുണ്ടോ? പിന്നെ പടം വരയ്ക്കാൻ കഴിവുണ്ടോ? പിന്നെ ഇത്ര ഉള്ളോ? 3 കഴിവുകളൊന്ന് ചുരുങ്ങിപ്പോയോ? മോളെ കുഞ്ഞുകുട്ടി, നിനക്ക് എത്ര കഴിവുണ്ട്? അതെന്നോട് പറയണ്ട. പാട്ട് പാടാൻ കഴിവുണ്ട്, പിന്നെ തിന്നാൻ കഴിവുണ്ട്, എന്നിട്ട് ഈ കോലത്തിലിരിക്കുന്ന പോട്ടെ, പിന്നെ പറ. മിണ്ടാൻ കഴിവുണ്ട്, പിന്നെ പറക്കാനാ? നടക്കാൻ കഴിവുണ്ട്, പറ. അത്രേ ഉള്ളോ? കേൾക്കാൻ കഴിവുണ്ട്. മിണ്ടാനും തിന്നാനും പറക്കാനും നടക്കാനും കഴിവുണ്ടെന്ന് ചോദിച്ചാൽ വേറൊന്നുമില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് എത്ര കഴിവുണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഞാനിങ്ങനെ ചുമ്മാ നീക്കട്ടെ. എന്റെ കയ്യിൽ ഒരു തേങ്ങ ഇരിപ്പുണ്ട്. ഒരു തേങ്ങ, പൊതിക്കാത്ത ഒരു തേങ്ങ, തൊണ്ടോട് കൂടിയ ഒരു തേങ്ങ. ഞാൻ നിങ്ങളോട് ഇത്ര, ഈ തേങ്ങയ്ക്ക് എന്തൊക്കെ ആയി മാറാനുള്ള സാഹചര്യമുണ്ട്, സാധ്യതയുണ്ട്, സാഹചര്യമുണ്ട്? പറയാമോ? ചാട്ടപ്പെടാന്ന് പറഞ്ഞു എല്ലാവരും കൂടെ പറഞ്ഞു. ഈ തേങ്ങയ്ക്ക് എന്തൊക്കെ ആയി മാറാനുള്ള സാധ്യതയുണ്ട്, സാഹചര്യമുണ്ട്? പറഞ്ഞു. എല്ലാവരും കൂടെ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. ഉറക്കെ പറഞ്ഞു. തേങ്ങ ആകാനുള്ള കഴിവുണ്ട്, ഒക്കെ സാധ്യതയുണ്ട്, പറഞ്ഞു. പറഞ്ഞ ഇഷ്ടം പോലെ കിടക്ക, പറഞ്ഞു. ഒരു തെങ്ങനങ്ങ് വന്ന് നിന്ന് പോയത്. ഈ ഒരു തേങ്ങ അതിനെന്തൊക്കെ ആയി മാറാൻ പറ്റും? ദൈവമേ, ഒന്നെ തലയിൽ എണ്ണയും വെക്കുന്നുണ്ട്, ഇഷ്ടം പോലെ വയറ്റിലേക്ക് തിന്നും കയറ്റുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കിയിട്ട് പറയാൻ തന്നെയാണ് ഇഷ്ടം പോലെ ഉണ്ട്. ഈ തേങ്ങയ്ക്ക് എന്തൊക്കെയാണ് സാധ്യതയുണ്ട്? ഒന്ന് തെങ്ങാകാൻ പറഞ്ഞു, പിന്നെ
എണ്ണയാകാനുള്ള സാധ്യതയുണ്ട്, കറിക്ക് ടേസ്റ്റ് പോരാനുള്ള സാധ്യതയുണ്ട്. ഈ തേങ്ങ അങ്ങ് വെട്ടിമുറിച്ച് കഴിഞ്ഞാൽ അതിന് കൊപ്രയാക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതിൻ്റെ തവിയാകാനുള്ള സാധ്യതയുണ്ട്, ഓലയാകാനുള്ള സാധ്യതയുണ്ട്, മടലാകാനുള്ള സാധ്യതയുണ്ട്. 100 കണക്കിന് സാധ്യത ഒരു തെങ്ങിന്റെ തേങ്ങ കിടപ്പുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ ആകപ്പാടെ ഒരു തെങ്ങാനുള്ള സാധ്യത. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ പ്രശ്നത്തിലേക്ക് വിരളിച്ചുകൊണ്ടാണ്. കാരണം നമ്മുടെ മുമ്പിലുള്ളതിന്റെ സാധ്യതകളെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളിൽ കിടക്കുന്ന സാധ്യത എങ്ങനെ കണ്ടെത്തുന്നു? ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ പഠനത്തിന്റെ രണ്ടാമത്തെ പ്രശ്നം, ഒന്ന് വാശിയില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പ്രശ്നം, എന്നിൽ കിടക്കുന്ന സാധ്യതകള്, എന്റെ കഴിവുകൾ എന്തൊക്കെയാന്ന് ഒരിക്കലെങ്കിലും ഒന്ന് നോക്കിയാലല്ലേ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ കഴിവുകളെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമുക്ക് നന്നായി പഠിക്കാൻ പറ്റുക. ഇനി ഓർക്കാൻ പറ്റുന്നില്ല എന്ന് ചിലർ പറയുന്നു, അല്ല വായിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നു. എന്ത് പറ്റി? കഴിവുകളെല്ലാം കൂടെ ചേർക്കാൻ പറ്റിയില്ലെന്നാണ് സുലഭം. ഓർക്കണേ എന്തൊക്കെ കഴിവ് ചേരണം? ഓർക്കണേ ഒത്തിരി കഴിവുകൾ ചേരണം. ഒന്നിന്റെ വായിക്കാനുള്ള കഴിവ് ചേരണം, ഗ്രഹിക്കാനുള്ള കഴിവ് ചേരണം, ഇരിക്കാനുള്ള കഴിവ് ചേരണം, നോക്കാനുള്ള കഴിവ് ചേരണം, ചിന്തിക്കാനുള്ള കഴിവ് ചേരണം. ഇങ്ങനെ പല കഴിവുകൾ ചേർന്ന് കഴിയുമ്പോഴാണ് എനിക്ക് ഓർമ്മ എന്ന് പറയുന്ന സാധനം കിട്ടുക. ഈ കഴിവുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ചുമ്മാ ഇരുന്ന് പറയാ എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ ഓടിച്ചിട്ട് തല്ലണ്ടായി. ഈ കഴിവുകളെല്ലാം ചേർത്ത് വെക്കുമ്പോഴാണ് നമുക്ക് ഓർക്കാൻ പറ്റുക. ഒരു കൊച്ചിന് നന്നായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞാൽ ആ കൊച്ചിന് എന്തുമാത്രം കഴിവുകൾ ചേർന്നാണ്. ഞാൻ പറയും 280ഓളം കഴിവുകൾ ചേരുമ്പോഴാണ് ഒരു കൊച്ചിന് നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റുക. എന്ന് പറഞ്ഞാൽ നിന്റെ കാലിന്റെ തള്ളവരല തൊട്ട് തലയുടെ ഉച്ചി വരെയുള്ള എല്ലാ അവയവങ്ങളുടെയും ശരിയായ പ്രവർത്തനങ്ങൾ ഒന്ന് ചേരുമ്പോഴാണ് ഒരു കൊച്ചിന് ശരിയായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കഴിവുകളെ കണ്ടെത്തുക. ആദ്യം നമ്മുടെ കഴിവുകളെ കണ്ടെത്തിയാലാണ് ആ കഴിവുകളിലേക്ക് എനിക്ക് വളരാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ഒരു പേപ്പർ എടുക്കണം. പേപ്പറിൽ എൻ്റെ കഴിവുകൾ മൊത്തം എഴുതണം. എൻ്റെ കഴിവ് എന്ന് പറഞ്ഞിട്ട് അത് മൊത്തം എഴുതണം. നീ പറഞ്ഞതുപോലെ നമുക്കെല്ലാം വലിയ ചില കഴിവുകളുണ്ടാകും. പാട്ട് പാടാൻ, പഠിക്കാൻ, നൃത്തം ചെയ്യാൻ, പ്രസംഗിക്കാൻ, ഇങ്ങനെ വലിയ ചില കഴിവുകൾ. അത് കൂടാതെ ആ കഴിവുകളിലേക്ക് പോയ എന്തുമാത്രം ചെറു കഴിവുകളുണ്ട്. നമുക്ക് ഇവിടെ പറഞ്ഞതുപോലെ ഓടാനും ചാടാനും കേൾക്കാനും മാന്താനും കുത്താനും ചിരിക്കാനും അങ്ങനെ തുടങ്ങി നിരവധിയായ കഴിവുകളുണ്ട്. ഇതെല്ലാം കൂടെ കൂടിച്ചേരുമ്പോഴാണ് ഒരാളുടെ പഠനം ഏറ്റവും ഉചിതമാവുക, അല്ലെങ്കിൽ ഏറ്റവും നന്നാവുക എന്ന് പറയുക. അപ്പൊ കഴിവുകളെ മുഴുവൻ പഠനങ്ങളിലേക്ക് ചേർക്കാനായിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പഠനം യഥാർത്ഥമായി നന്നായി വരികയും നമ്മളെല്ലാം A+ ജയിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഒന്ന് സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഞങ്ങൾ ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 9:4 പറയുന്നു, അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ. അപ്പൊ ഈ കഴിവുകളെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് കൊടുത്തേക്കുക. ദൈവമേ, എനിക്ക് നീ ഇത്രയും കഴിവുകൾ തന്നിട്ടുണ്ട്, ഈ കഴിവുകളെ നിനക്ക് ഞാൻ സമർപ്പിക്കും. എന്തിനാ? അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എന്നിലേക്ക് ജ്ഞാനമൊഴുകണം. ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് എന്നിലേക്ക് ജ്ഞാനമൊഴുകാൻ എനിക്ക് കാഴ്ചയായി സമർപ്പിക്കാനുള്ളത് എന്താണ്? എൻ്റെ കഴിവുകൾ മാത്രം. ഒരു വ്യക്തി, ഒരു കൊച്ച്, ഒരു സ്റ്റുഡന്റ് അവളുടെ കഴിവുകൾ മുഴുവൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട്, ദൈവമേ നിനക്ക് കാഴ്ചവെക്കാൻ എൻ്റെ കയ്യിലുള്ളത് എൻ്റെ കഴിവുകൾ മാത്രമാണ് എന്നും പറഞ്ഞ് ഈശോയുടെ മുമ്പിലേക്ക് കാഴ്ച വെച്ച് ഈശോ സ്തുതിക്കുമ്പോൾ, ഈശോയെ ആരാധിക്കുമ്പോൾ, ഈശോ വസിക്കുന്ന സിംഹാസനത്തിൽ നിന്ന് നിന്നിലേക്ക് ദൈവജ്ഞാനം ഒഴുകി വരും. ഇനി ഈ കഴിവുകളെ കണ്ടെത്താത്തവരെന്താണ് കൊണ്ട് കാഴ്ചവെക്കുക? ചോദിക്കട്ടെ, ചോദിക്കാൻ പറ്റാണ്ടേ? മോളെ, നീ പള്ളിയിൽ പോകുമ്പോ, കുർബാനയ്ക്ക് പോകുമ്പോ എന്താ കാഴ്ചവെക്കുന്ന? പള്ളിയില് പറഞ്ഞോ, എന്ത് കാഴ്ചവെക്കും? എന്താണ് കാഴ്ചവെക്കുന്നത്? കുഞ്ഞു കൊച്ചാണെങ്കിലും ചോദിക്കാമോ, എന്താണ് കാഴ്ചവെക്കുന്നത്? ഒന്നുമില്ല. അതാണ് നമ്മുടെ പ്രശ്നം. ഒരു വിദ്യാർത്ഥി കാഴ്ചവെക്കാൻ പോകുമ്പോൾ ആ വിദ്യാർത്ഥിയുടെ കൈ കാഴ്ചവെക്കാനുള്ള വസ്തു ഉണ്ടാകണം, കാഴ്ച സമർപ്പണത്തിനുള്ള കാര്യമുണ്ടാകണം. ഈ വിദ്യാർത്ഥിക്ക് കാഴ്ചവെക്കാൻ വിദ്യാർത്ഥിയുടെ കൈ നിറയെ സമ്പത്തില്ല, കാശില്ല. വിദ്യാർത്ഥിക്ക് കാഴ്ചവെക്കാൻ വിദ്യാർത്ഥി സമ്പാദിച്ചെടുത്ത ഒത്തിരിയേറെ കാഴ്ച വസ്തുക്കളില്ല. വിദ്യാർത്ഥിക്ക് കാഴ്ചവെക്കാൻ വിദ്യാർത്ഥിയായിട്ട് ഉണ്ടാക്കിയെടുത്തതൊന്നും കാഴ്ചവെക്കാനില്ല. പക്ഷേ ഒരു വിദ്യാർത്ഥിക്ക് കാഴ്ചവെക്കാനുള്ളത് എന്താണ്? പറ, എന്താണ് കാഴ്ചവെക്കാനുള്ളത്? പറയടൂ. നമ്മുടെ കഴിവുകൾ.
നമ്മൾ കിടക്കുന്ന കഴിവുകളെ കണ്ടെത്തിയ ദൈവത്തിന് മുമ്പിലേക്ക് കൊടുക്കുമ്പോൾ, കാഴ്ചയായി ഒരു കുർബാനയെ സമർപ്പിക്കുമ്പോൾ അതിലൂടെ തമ്പുരാൻ 10 മടങ്ങ് അനുഗ്രഹം നമുക്ക് തരും. കാരണം എന്താണെന്നറിയോ? ഒന്ന്, നമ്മൾ ദൈവം തന്ന കഴിവുകളെ നമ്മൾ കണ്ടുപിടിച്ചല്ലോ, അത് തന്നെ ദൈവത്തിന് വല്ലാത്ത സന്തോഷം തരും. നിനക്കത് കുഴിച്ചുകൂടാ, നിനക്കത് മാറ്റിവെക്കാം, നിനക്കത് കണ്ടെത്താതിരിക്കാം, നിനക്കത് മടിപിടിച്ച് അതിലൂടെ ആ കഴിവുകളെ ഉപയോഗിക്കാതിരിക്കാം, ഇതെല്ലാം ചെയ്യാം. അപ്പോഴും ദൈവം സന്തോഷിക്കുന്ന ഇതെല്ലാം ചെയ്യാവുന്ന നീ അതിനെ കണ്ടെത്തി കണ്ടുപിടിച്ച് ദൈവത്തിന് മുമ്പിൽ കാഴ്ചയായി വെച്ചല്ലോ. ഒന്നാമത് ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പ്രീതി ഉണ്ടാകുന്നത് നീ നിന്റെ കഴിവുകളെ മുഴുവൻ കണ്ടെത്തി ദൈവത്തിന് മുമ്പിലേക്ക് കാഴ്ചയായി സമർപ്പിക്കുമ്പോൾ ദൈവത്തിന് പ്രീതി ഉണ്ടാവും നിന്റെ മേൽ. 2, അങ്ങനെ നീ കഴിവുകൾ കണ്ടെത്തി കഴിയുമ്പോൾ ദൈവത്തിന് നിന്റെ മേലുണ്ടാകുന്ന വലിയ സ്നേഹം എന്നാണെന്ന് ചോദിച്ചാൽ ഇതാണ്: നീ കഴിവുകളെ കണ്ടെത്തി കഴിഞ്ഞാൽ ദൈവത്തിന് നിന്നോടുള്ള സ്നേഹം. ഈ കൊച്ചിന്, ഈ വിദ്യാർത്ഥിക്ക് ഈ കഴിവ് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടല്ലോ. കഴിവുകൾ ഉപയോഗിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളെ, മക്കളെ ദൈവത്തിന് ഒത്തിരി ഇഷ്ടമാണ്. ഹല്ലേലൂയ! കരമരുത്തി പറഞ്ഞേ ഹല്ലേലൂയ! ശക്തിയോടെ പറ ഹല്ലേലൂയ! ഹല്ലേലൂയ! ഈ കഴിവുകളെല്ലാം കണ്ടെത്തി കഴിയുമ്പോഴാണ് ഒരു വിദ്യാർത്ഥിക്ക് ഇങ്ങനെ പറയാൻ കഴിയാ, ഞാൻ ഇന്നയാളാകും. ചോദിക്കട്ടെ, ആ ചിരിക്കുന്ന കൊച്ചേ, നീ ആരാകാനായിരിക്കുന്നത്? പറഞ്ഞോ, ആരാകാനായിരിക്കുന്നത്? നിന്നോട് തന്നെയാ. നടുക്ക് പൊട്ടുകുത്തിയ കൊച്ചേ പറ, നിന്നോട് തന്നെയാ. വാവൊത്തിയ കൊച്ചേ പറ, നിന്നോട് തന്നെ. നീ ആരാകാനാണ് ആഗ്രഹിക്കുന്നത്? ഒന്നും ആകാൻ ആഗ്രഹമില്ലാത്ത കൊച്ചേ. എടാ മോനെ, നീ ആരാകാൻ ആഗ്രഹിക്കുക? ചോന ഷർട്ട്, നീ ആരാകാൻ ആഗ്രഹിക്കുന്നത്? ആരാകാൻ